ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മളെ സിവിക്കിൻ്റെ എൻജിൻ വർക്കൊക്കെ കഴിഞ്ഞ് പറഞ്ഞിട്ട് വിളിച്ചായിരുന്നു. എൻ്റെ ഫസ്റ്റ് പാർട്ട് എടുത്തില്ല, അപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കൂട്ടുക. അപ്പോൾ ഗൈസ്, എല്ലാവരും ലൈക്കും സംഭവം അല്ലാട്ടിക്കണം. നമ്മളെ എനിക്ക് ഇവിടെ ഒന്ന് കൊടുത്തു. അപ്പോൾ അയാൾ വിളിച്ചു പറഞ്ഞു, അയാൾക്കൊക്കെ തിരക്കില്ല. അയാൾ അവിടെ പോയപ്പോൾ കളറും എൻജിൻ വർക്കും അല്ലെങ്കിൽ അവിടെ കൊടുത്തത് അത്യാവശ്യം അടിപൊളിയായിട്ട് ഉണ്ടാവും. ആ സ്റ്റിക്കറും അതാണ് ആ വണ്ടി. ഇപ്പോൾ ഞാനിപ്പോൾ വണ്ടിൻ്റെ കുമലും നമുക്ക് ഇതേ ചവിട്ടിന് എന്നിട്ട് വേണം കഴിച്ചാൽ സൗണ്ട് ഒന്ന് കേൾപ്പിത്തരാം. സൗണ്ട് ഒന്ന് കേൾപ്പിത്തരാം. പെട്രോൾ പമ്പ് എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മളപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ വണ്ടി പെട്രോളൊക്കെ അടിച്ച് ഇന്നിപ്പോൾ വണ്ടിയിട്ട് നമുക്ക് ഇന്ന് പോകണം. ഇനി നമുക്ക് സിറ്റി ടു ഹൈവേ പിടിച്ച് സിറ്റി ടു പിടിക്കണം. സിറ്റി ടു കുറേ സമയമൊക്കെ എടുക്കും വണ്ടിയായിട്ട് എത്തുമ്പോഴത്തേനും. അവിടെ നമ്മൾ മെയിനായിട്ട് ചെയ്യണത് ഒരു ബോഡി കിറ്റ്സും ഇതൊക്കെയാണ്. ബോഡി കിറ്റ്സ് ഒക്കെ നമ്മളെ ബാക്കിലുണ്ട്. ചിലപ്പോൾ അവർ അവിടെ ചെന്ന അപ്പം തന്നെ അവർ മാറ്റിയിട്ട് കാണിച്ചു തരും ചിലപ്പോൾ വണ്ടിയുടെ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് നമുക്കിത് സിറ്റി ടു എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ സിറ്റി ടു വരെ എത്തിയിട്ടുണ്ട്. നമ്മളെ സ്ഥലത്തറിയും മെക്കാനിക്കിന്റെ ഷോപ്പ് ഇതാ ഇവിടെയാണ് ഗൈസ്. കൊറേ ലോങ് ആയിരുന്നു. ചെറിയൊരു വണ്ടി വന്ന് ചെറുതായിട്ട് വണ്ടി പിടിച്ച് വളരെ സേഡായിട്ടാ. ഇവിടെ ആളുണ്ടോ നോക്കിയല്ലോ. ആളുണ്ടോ നോക്കട്ടെ ഗൈസ്. ആരും കാണാനൊന്നുമില്ല. വണ്ടി ഇങ്ങോട്ട് കേറുമോന്നാണ് ചെറിയ സംശയം. ഹലോ സാർ, ഇവിടെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? എന്താ ചേട്ടാ? ചേട്ടാ ഈ വണ്ടിന്റെ ബോഡി കിറ്റ് ഒക്കെ ഡിക്കിയിലാത്തണം. അപ്പൊ അത് ബോഡി കിറ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരാൻ പറ്റുമോ? ചെയ്യാലോ. അപ്പൊ ഞാൻ ഈ വണ്ടി ഒന്ന് അകത്തോട്ട് ഇട്ടോടെ? ഇട്ടോ കുഴപ്പമില്ല, ഇട്ടോ. ഞാൻ ചെയ്തു വെക്കാം. ഓക്കെ, എത്ര സമയം പിടിക്കും? ഒരു മണിക്കൂർ പിടിക്കും. 1 മണിക്കൂർ പിടിക്കും. ഓക്കെ. അപ്പൊ സാറേ, എന്താ പറയാ, സൈഡിൽ കിട്ടാ മതിയാ? സൈഡിൽ കിട്ടാ ഞാൻ ചെയ്തു വെച്ചോളാം. അപ്പൊ ക്യാഷ് എത്രയാവും? ക്യാഷ് മറ്റേ ബോഡി കിറ്റും പിന്നെന്താ ചെയ്യണ്ടേ? ബോഡി കിറ്റ് മാത്രം മതി. പിന്നെ ഈ കമ്മിങ് സൂൺ എന്ന് പറയുന്ന സ്റ്റിക്കർ വർക്കും അതൊക്കെ ഊരിയിട്ട് തന്നാ മതി കേട്ടാ. പിന്നെ വണ്ടിന്റെ സ്പോയിലർ ഫിറ്റ് ചെയ്യണം. പിന്നെ വണ്ടിന്റെ സൈഡ് ചെളുകിട്ടണം. അതൊക്കെ നേരാക്കി തരാമോ? ചെയ്യാലോ. അപ്പൊ എല്ലാം കൂടി കൂട്ടിട്ട് 2 ലക്ഷം ആവും. 2 ലക്ഷം ആവും. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ 1 മണിക്കൂർ ഉണ്ടല്ലേ സാർ? എനിക്കൊരു സ്ഥലം വരെ പോകണ്ടായിരുന്നു. ഞാന് സാറിന്റെ വണ്ടി ഒന്ന് എടുത്തോട്ടെ? കുഴപ്പമില്ലല്ലോ. എന്നാ കീ തരുമോ? കീ തരാം. ഓക്കെ. അപ്പൊ കീ എടുത്തോണ്ടേ. സാറിനാണ് ഈ വണ്ടിക്ക് ഇങ്ങനെ വർക്ക് ചെയ്തത്? കൊള്ളാട്ടോ. ഓക്കെ സാർ. ഓക്കെ, ഞാൻ വണ്ടി എടുക്കണ്ടേ? അപ്പൊ ഗായ്സ്, നമ്മളപ്പോ ഈ വണ്ടി എടുത്ത് നമുക്ക് സ്ഥലം വരെ പോകണം. അപ്പൊ ആ സ്ഥലം കുഴപ്പം, നമുക്കൊരു ബിസിനസ് മീറ്റിംഗ് ആയിരുന്നു അത്. അതിപ്പോ ഞാൻ ഈ വണ്ടി ഇങ്ങോട്ട് ഇടാണ്ട് മുമ്പ് ഒന്ന് പറഞ്ഞതുള്ളൂ. അപ്പൊ അവര് ബിസിനസിന്റെ അത്. അപ്പൊ നമുക്കിനിപ്പോ അതുവരെ പോണം. അത് ഇവിടെ തൊട്ടടുത്തായിരുന്നു. 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഉള്ള അതിന്റെ ഇത്. 1 മണിക്കൂർ നമ്മൾ നെയ്സർ ട്യൂഷൻ ഇങ്ങോട്ട് വരാം ഗൈസ്. അതേ നടക്കുള്ളൂ. ഓക്കെ, സ്ഥലം വരെ എത്തായി. ഈ പിക്കപ്പ് ഇങ്ങോട്ട് കേറുവോ? പിക്കപ്പ് കേറാനാ പണി ഗൈസ്.
ഓക്കെ, വണ്ടിയൊക്കെ കേറിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിർത്തിയിട്ടാ മതി. അവര് ഹോട്ടലിൽ നിന്ന് ആൾക്കാർ എടുത്തോളും. ഇനി അപ്പൊ ഗൈസ് നമുക്കിത് ബോഡി കിറ്റ് ഒക്കെ കയറിയിട്ട് ഇത് കാണിക്കാണ്ട് വണ്ടീന്റെ ഒക്കെ. അപ്പൊ ഗൈസ് നമ്മളപ്പോ ജോലിന്നത് ബിസിനസിന്റെ മീറ്റിങ്ങിന് ഇന്ന് നമുക്ക് വണ്ടീൻ്റെതായി പറഞ്ഞിട്ട് അയാള് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനാണ്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടീന്റെ സ്റ്റിക്കർ വർക്ക് ചെയ്തോളാൻ. അപ്പൊ അയാൾ ചെയ്തിട്ടുണ്ടാവും. വണ്ടിയുടെ നെയിമൊക്കെ അയാൾ ഇട്ടിട്ടുണ്ടാവും കേട്ടോ, നമ്പർ പ്ലേറ്റ് നെയിമൊക്കെ ഇട്ടിട്ടുണ്ടാവും. അതിനൊക്കെ അയാളെ പണ്ട് മുതൽ അറിയാം. എന്റെ വണ്ടികളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അയ്യോ, ഇയാളെ സാറിന്റെ വണ്ടി ഇടിച്ചല്ലോ, കുഴപ്പമൊന്നുമില്ല ആൾക്കാരല്ലേ. അപ്പൊ അയാൾക്ക് പണ്ട് മുതൽ അറിയാം. ഞാൻ എൻ്റെ ഒരു BM നിങ്ങൾ മസ്താങ് കണ്ടിട്ടുണ്ടാവുമല്ലോ എന്റെ. അപ്പൊ മസ്താങ് ചിലപ്പോഴേ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഞാൻ ഒരു ദിവസം എന്റെ കാറ് ആ മസ്താങ് വീഡിയോ എടുക്കാട്ടോ. മസ്താങ് ഇയാളെ കൊടുത്തത്. എന്റെ മോനെ കടക്കണൊക്കെ ഒരു രക്ഷയില്ലാട്ടാ. വണ്ടി ലൈറ്റ് ഒക്കെ ഓണാക്കിട്ട് വണ്ടി ഇതാക്കിയിട്ട് ഞാൻ വണ്ടിയാണ് കയറ്റണാട്ടെ. ഈ വണ്ടി കയറില്ലല്ലോ, എന്ത് പറ്റി? ഞാന് ഒന്നും കൂടെ സെറ്റ് ആക്കട്ടെ. സാറേ, ഞാൻ ഇവിടുത്തെ ഈ മെക്കാനിക്കിന്റെ അവിടെ ഇട്ടാ മതിയോ? അല്ലെ വേണ്ട സാറേ, ഞാൻ അങ്ങോട്ട് കയറ്റാം. അകത്തിട്ടാ പോരെ? ഓക്കെ ഓക്കെ സാർ, ഇവിടെ ഇടാം. എന്റെ സിവിക്ക് അടിപൊളിയായിട്ട് തോന്നുന്നു. എനിക്കറിയില്ല, ഞാൻ സിവിക്ക് ഇപ്പളാ കാണാം. അതുവരെ ഞാൻ കണ്ടോളാം. വണ്ടി ഒന്ന് ഫുള്ളായി ചുറ്റും നോക്കട്ടെ. വണ്ടി അങ്ങനെ ഉണ്ട് നോക്കട്ടെ. ഒരു രക്ഷയില്ലട്ടാ. മറ്റേ മസ്താങ് ചെയ്ത പോലെ തന്നെ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടാ. താങ്ക് യു. എന്താ പറഞ്ഞത്? നമ്പർ പ്ലേറ്റ് മാറ്റിയുണ്ട് ഞാൻ നന്നായിട്ട്. കണ്ട് ഓട്ടോമൊബൈൽ ഓട്ടോ കസ്റ്റംസ്. പേരെന്താണ് വണ്ടിന്റെ? യു ഡ്രാഗൺ. കൊള്ളാം, അടിപൊളി അടിപൊളി. ഗൈസ്, ഞാനൊന്ന് ഈ വണ്ടിയുടെ ഒന്ന് സ്ഥലം വരെ പോയത് അവിടെ. ചേട്ടാ, നീ കയറിക്കോ, വണ്ടി കയറി, നമുക്ക് സ്ഥലം വരെ ചുറ്റിട്ട് വരവാ. ഗൈസ്, ഇനിയിപ്പോ ഇവിടുന്ന് വണ്ടി ഇറങ്ങുമെന്ന് അറിയില്ല. ഫുള്ളി ലോവറിന്റെ വണ്ടി. വണ്ടി കേട്ടോ. അയ്യോ, മണിയായില്ലോ. സാറേ, വണ്ടി പെട്ടുട്ടാ. വണ്ടി കേറാൻ കുറച്ച് പണി. വണ്ടിയുടെ ഷോക്കപ്പ് ഞാൻ കുറച്ചിട്ടല്ലോ ഇട്ടേ. കേറി കിട്ടിയത്. നമുക്കൊരു ഇതൊരു ബീച്ചാ. ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ വണ്ടിയില്. അടിപൊളി അടിപൊളി, നൈസായിട്ട്. വണ്ടിയൊക്കെ അടിപൊളിയായിട്ട്. ഞാൻ ഇവിടെ കയറ്റോട്ടെ. സീണ്ടോ ബ്രോ? ടയറൊക്കെ ചെറുതായിട്ട് മാറ്റിണ്ടായിരുന്നല്ലേ? ഞാൻ വെറുതെ അതായിട്ട് മാറ്റി. അത്രക്ക് നേരത്തെ ഗ്രിപ്പ് കുറച്ച് കൂടുതലുണ്ട് ഇപ്പൊ ഈ വണ്ടിക്ക്. ഇപ്പൊ ഈ ടയറൊന്നും മാറ്റണം. പക്ഷെ അത് ഇവിടെ കൊടുത്ത വേറൊരു ഷോപ്പ് അറിയാം. അപ്പൊ അവിടെ കൊടുക്കുന്ന വണ്ടിന്റെ ഫുള്ളായിട്ടുള്ള പണി കയറിയിട്ടില്ലല്ലോ ഗൈസ്. അപ്പൊ അതിനായിട്ട് വണ്ടി കൊടുക്കണം. വണ്ടി ഇവിടെ കയറ്റാം. അപ്പൊ സാർ, പേയ്മെന്റ് എത്രയായിരുന്നു? പേയ്മെന്റ് 2 ലക്ഷം. 2 ലക്ഷം. ഞാൻ ഗൂഗിൾ പേ അയച്ചാ പോരെ? അല്ല, നീ എന്റെ കൂട്ടുകാരനായതുകൊണ്ട് നീ 1 ലക്ഷം തന്നാ മതി. 1 ലക്ഷം തന്നാ മതിയോ സാർ? എന്നാ ഞാൻ അയച്ചു തരാം. 1 ലക്ഷം. 1 ലാക്ക് അല്ലേ പറഞ്ഞത് സാർ? സാർ, ഗൂഗിൾ പേയിൽ അയച്ചിട്ടുണ്ട്, നോക്കിക്കോ. കിട്ടി. ഓക്കെ കിട്ടി. ഓക്കെ സാർ, അപ്പൊ ഞാന് പോവാട്ടോ. എന്നാ ശരി ട്ടോ. ബൈ. അപ്പൊ ഗൈസ്, അപ്പൊ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും ഗുഡ് ബൈ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും. വണ്ടിയുടെ റിവ്യൂവിന് വീഡിയോ ആക്കാരെ ഇനി ഉണ്ടാവാൻ പോണേ. അപ്പൊ അതിനകത്ത് സെറ്റ് ആക്കണം. നമുക്ക് മറ്റേ കൂട്ടുകാരൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ പൊളിയാക്കണം നമുക്ക്. എന്നാ ബൈ.